தனக்கு எதிரான சிபிஎம் தலைவர் எம் மணியின் விவாத பிரசங்கத்தில் பதிலுடன் தேவிகுளம் முன்னாள் எம்எல்ஏ எஸ் ராஜேந்திரன் தன்னை அடித்துக் கொள்வதாக கூறுவதற்கு மணிக்கு உரிமை உள்ளதாகவும் அதேபோல் அதை குறித்து பயப்படுவதா வேண்டாமா என்பதை குறித்து தீர்மானிப்பதற்கும் തനക്ക് ഉരിമ ഉള്ളതാகவும் എസ് രാജേന്ദ്രൻ കൂറിനാർ. എം.മണി പ്രസംഗിച്ചതിനോടുള്ള പ്രതികരണം എനിക്കിപ്പോൾ നിലവിലില്ല. അദ്ദേഹം ഇനിയും പറയാം, എപ്പോൾ വേണമെങ്കിലും പറയാം. നേരത്തെ വെടിവെക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ ഓർക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടൊന്നും അതിപ്പം അദ്ദേഹത്തിൻ്റെ അവകാശം, വെടിവെക്കാം, അല്ലെങ്കിൽ പിന്നെ കയ്യും കാലും ഓടിക്കാം, അല്ലെ തല്ലിക്കൊള്ളാം, എന്തും വേണേലും ചെയ്യാം. ഇത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടക്കത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഇതേ സ്വരങ്ങൾ പല സ്ഥലത്തിരുന്ന് വന്നപ്പോഴും നമ്മൾ അതിനെയൊന്നും ഭയന്നിട്ടില്ല, പേടിച്ചിട്ടുമില്ല. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. 3 പ്രാവശ്യം MLA ആക്കി എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടും ഒരു സ്ഥലത്തു നിന്ന് വന്നതാണോ? അതിന് മുൻപും വേറെ ആളുകൾ മത്സരിച്ചു. എന്തിനാ, തൊടുപുഴയിൽ നിരന്തരം വേറെ തെരഞ്ഞെടുപ്പ് നടക്കുവാണല്ലോ. എന്നാൽ അത്രയും ശേഷിയുള്ള ആളുകളാണെങ്കിൽ അവിടെ ജയിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ധാരണയിൽ നിന്നാണ് നേതാക്കന്മാർ പറയുന്നതെങ്കിൽ 140 മണ്ഡലവും എക്കാലവും ജയിക്കേണ്ടതല്ലേ. അവസരം തന്നെന്നുള്ളതിനെ നിഷേധിക്കുന്നില്ല. അതിനെ നന്ദിപൂർവ്വം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി ജീവൻ നൽകിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണവും മെച്ചവും എല്ലാം കരുതലുമായി പാർട്ടിക്കുണ്ട്, ഇപ്പോഴുമുണ്ട്. യൂണിയൻ്റെ റെക്കഗ്നേഷൻ ആകാം, എല്ലാമാകാം. കുമ്പളൂരിൽ സമരം എത്ര പേർ കൂടെ ഉണ്ടായിരുന്നു. അതിൽ നടക്കുമ്പോൾ ടൗണിൽ ചെറുപ്പ് ഊരി തല്ലും എന്നെല്ലാം മാധ്യമങ്ങൾ ഇങ്ങനെ ഭയങ്കരമായി എടുത്തിട്ടപ്പോഴും ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ? അതങ്ങനെയൊക്കെ തന്നെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ നേതാക്കന്മാരുടെ പണി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടിമുടി തുറന്നുമുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു കൂടെ? 28 ദിവസവും ആ ഫോട്ടോയിൽ എടുത്ത് നോക്കിയാൽ അറിയാം ആത്മാർത്ഥത. പാർട്ടിക്ക് വേണ്ടി ആര് ചെയ്തു, എന്ത് ചെയ്തു. മാങ്കുളവും ഇടമലക്കുടിയും വട്ടവടയും പോലുള്ള സ്ഥലത്ത് വാഹനങ്ങൾ പോകുന്ന മുമ്പ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറിക്ക് അറിയാം മാങ്കുളത്തിൽ ഞങ്ങൾ നിന്ന് കാലം നടന്നത്. സൗകര്യങ്ങളുള്ളപ്പോൾ ഈ പാർട്ടിയെ സമീപിച്ചിട്ടില്ല.